വിന്ററിൽ വീടിനുള്ളിലേക്ക് എടുത്തു വെച്ച മുരിങ്ങ, അതിലെ കായൊക്കെ ഇപ്പം നല്ലതുപോലെ വിളഞ്ഞിട്ടുണ്ട്. കറിക്കൊക്കെ നല്ല പാകമായി. ഇന്ന് കുറച്ച് ഒടിക്കാൻ പോവുകയാണ്. മുരിങ്ങക്ക വിളഞ്ഞപ്പോൾ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം മുരിങ്ങയ്ക്ക് അത് താങ്ങാൻ വയ്യാത്ത പോലായി. അതിനൊരു സപ്പോർട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് മുരിങ്ങക്ക ഒടിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് ഉണങ്ങിയ പോലെ തോന്നുന്നെങ്കിലും ഉണങ്ങിയതല്ല, നല്ല പച്ചയ്ക്ക് നിൽക്കുകയാണ്. ഇപ്പോഴും പൂക്കുന്നുണ്ട്, ഇലകളെല്ലാം പൊഴിഞ്ഞു പോയി. കുറച്ചിലകളൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞതാണ്. ഇത് നല്ല പച്ചയ്ക്ക് നിൽക്കുകയാണ്. കറിക്ക് പരുവത്തിന് മൂത്ത കുറച്ച് കായ ഒടിച്ചെടുക്കുന്നു. ഇല പൊഴിഞ്ഞു പോയെങ്കിലും ഇപ്പോഴും ഇതിൽ പൂവുണ്ടാകുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പൂവ്. മുരിങ്ങക്ക കുറച്ച് ഒടിച്ചപ്പോഴേ അതിൻ്റെ ഭാരമൊക്കെ കുറച്ച് കുറഞ്ഞു. മുരിങ്ങ ഒന്ന് നൂന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മുരിങ്ങക്ക ഒടിച്ചിട്ടുണ്ട്, ഇനിയുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ തരാം. ഷെയർ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വരിക. ഇത്രയും മുരിങ്ങയ്ക്കായാണ് ഒടിച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു തീയൽ വെക്കാൻ പോവുകയാണ്. മറ്റു വെജിറ്റബിളൊക്കെ ഇടുന്നുണ്ട്. ഞാൻ തീയൽ വെക്കുന്നത് എൻ്റെ ചാനലിൽ ഷോർട്സിനകത്തും വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീയൽ വെക്കുന്നതൊന്നും ഇന്ന് കാണിക്കുന്നില്ല. മുരിങ്ങക്ക ഒടിച്ചത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത്രയുണ്ട്. വീടിനുള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങ നല്ലതുപോലെ ഇതിലെ കായ് വളരുന്നുണ്ട്. മുരിങ്ങ ഉണങ്ങിയിട്ടൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന് എവറി വീക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സമ്മറിൽ നല്ലപോലെ ഫെർട്ടിലൈസ് ചെയ്യുന്നതാണ്. മുരിങ്ങത്തൈ കിട്ടുമെങ്കിൽ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ച് വളർത്തുന്നത് നല്ലതാണ്. നമുക്ക് അത്യാവശ്യം മുരിങ്ങക്കായും മുരിങ്ങയുടെ ഇലയും ഒക്കെ നമ്മൾക്ക് പറിക്കാവുന്നതാണ്. നല്ല ഫ്രഷ് മുരിങ്ങക്ക കിട്ടും. മുരിങ്ങപ്പൂവ്. മുരിങ്ങ വീട്ടിൽ വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നതെന്നും ഒക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.